ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് 7 ജൂൺ 2025 വലിയ പെരുന്നാൾ എല്ലാവരും ആഘോഷിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ പ്രധാനമായും പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 സബ്ജക്റ്റിനെ കുറിച്ചാണ്. വേറൊന്നല്ല, സ്നേഹം, പ്രണയം, അതുപോലെ തന്നെ കാമം. ഈ 3 കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നതായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇതുമൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒന്നും കൂടിയും മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പറയാനൊക്കെ മടിയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ മടിയുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്, ഇതിലൊക്കെ എന്താ കാര്യമുള്ളത്, ഇതെന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ ആവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യം ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. സ്നേഹം, നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നതാണല്ലേ. എല്ലാവരും പരസ്പരം നമ്മളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് എടുക്കുന്ന ഒന്നല്ല. അത് നമുക്ക് ആ വ്യക്തിയിൽ തോന്നുന്ന ഒരു മനോഭാവം, നല്ലൊരു മനോഭാവമാണ് നമ്മൾ സ്നേഹമായി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പിടിച്ചു വാങ്ങിക്കൊണ്ട് സ്നേഹിക്കരുത്, അല്ലെങ്കിൽ ആത്മാർത്ഥമായി തന്നെ കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ എന്ന് തോന്നി എങ്കിൽ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു. അപ്പോൾ അത് മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? അവിടെ ഒരു ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആ വ്യക്തിയുടെ കാര്യം പ്രസക്തി ഇല്ലാതാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി ചിന്തിക്കേണ്ടത് നമ്മളെ ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ അർഹതയില്ല, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഞാൻ പതിയെ ആ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകേണ്ടതുണ്ട്, അല്ലേ? അപ്പം നമ്മളങ്ങനെ പോകുമ്പോൾ അവിടെ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമ്മളവിടെ വലിയ കുറച്ചിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മളവിടെ തരം താഴെപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ നീ വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിന്നെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാത്ത ഒരു ജനതയുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് നീ സ്വയം പോയി ഒരു കോമാളിയാകുന്നതിന് മുമ്പ് നീ അവിടെ നിന്നും പിന്മാറി നിന്റെ ലൈഫിലേക്ക്, ബാക്ക് ടു ലൈഫ് അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ നീ തന്നെയാണ് കിങ്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണത കുറേ ആളുകളിൽ കാണുന്നുണ്ട്. നിരാശബോധം, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ അവൻ സ്നേഹിക്കുന്നില്ല, എന്നെ ഇവൻ സ്നേഹിക്കുന്നില്ല, എന്നെ അവൾ സ്നേഹിക്കുന്നില്ല, എന്നെ ഇവൾ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നിരാശബോധങ്ങളുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ നമ്മൾക്ക് എന്താ പറയുക, അതൊക്കെ ഒരു ചെറിയൊരു കേവലം ഒരു കുട്ടിയുടെ പിടിവാശിയായിട്ട് കണ്ട് അതിനെ നമ്മൾ ആ പിടിവാശിയെ നമ്മൾ ഗൗനിച്ചില്ല എന്ന് വെക്കണം. അത് തന്നെയല്ല, അത് വലിയ കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം, സ്വയം ചിന്തിക്കണം. എന്നാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പരസ്പരം എനിക്കൊരു വ്യക്തിയെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മാർത്ഥമായി ആ വ്യക്തിയോട് ഒരു വിശ്വാസം തരണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് പരസ്പരം ഒരു വിശ്വാസം ആ വ്യക്തിയോട് തോന്നണം. എന്നാലാണ് നമുക്ക് ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസമുള്ളവരായി തീരണം. കാരണം അങ്ങനെ തീരുമ്പോഴാണ് നമുക്ക് അവിടെ സ്നേഹത്തിന് വില വരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഇത്രയും സ്നേഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ ഇതിനു വേണ്ടി, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കത് പറയണമെന്ന് തോന്നിപ്പോവുക. കാരണം ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കേവലം ഒരു പിടിവാശി അല്ലെങ്കിൽ ഒരു ബാലിശ്യമായൊരു ചിന്താഗതിയൊക്കെയാണ് അത് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നില്ല, പോട്ടേന്ന് വയ്ക്കണം. കാരണം നിന്റെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ, നിന്റെ അടുത്തേക്ക് അവൻ നിന്നെ സ്നേഹിക്കാൻ വരുന്നില്ലെങ്കിൽ നീ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കുക. കാരണം ഒന്ന് ഇങ്ങനെ ചിന്തിക്കൂ, ഒഴിഞ്ഞു മാറി പോകുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒഴിഞ്ഞു മാറാൻ കുറച്ചും കൂടി ധൈര്യം കിട്ടും. നിന്റെ സ്നേഹം അവന് കിട്ടാനുള്ള ഭാഗ്യം ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. നിന്റെ സ്നേഹം നീ മൂലം സ്നേഹിക്കപ്പെടാൻ അവന് യോഗം ഇല്ല, അല്ലെങ്കിൽ അവന് ഭാഗ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം, മന്ദസ്സായി പോകണം. അവിടെയാണ് നിന്റെ കഴിവ്, അവിടെയാണ് നീ ഒരു ആൺകുട്ടിയാവുന്നത്, അവിടെയാണ് നീ ഒരു പെൺകുട്ടിയാവുന്നത്.
ഇത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കന്മാരായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈഗോ വെച്ച് പുലർത്തുന്നവരുണ്ട് ഇഷ്ടം പോലെ, അല്ലേ? സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഈഗോ വെച്ച് പുലർത്തുന്നവരുണ്ട്. ഞാനാണ് വലുത്. അവിടെ സ്നേഹത്തിന് പ്രസക്തിയില്ല. അവിടെ ഈഗോ ക്ലാഷാണ് അവിടെ ഏറ്റവും കൂടുതൽ വളരുന്നത്. ആ ഈഗോ മറന്നുകൊണ്ട് പരസ്പരം നിങ്ങൾ പേരൻസ്, നിങ്ങൾ കപ്പിൾസ് ആയാലും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായാലും സഹോദരങ്ങളായാലും ഈഗോ ക്ലാഷൊക്കെ മറന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, മനസ്സ് തുറന്ന് ഓപ്പണായി ചിന്തിക്കൂ, സ്നേഹിക്കൂ. നിങ്ങൾ സ്നേഹിക്കാൻ അങ്ങനെ നല്ല എന്താ പറയുക, നമ്മളത് സ്നേഹിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ. പരസ്പരം സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടോ, അത് കളങ്കം നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന് അവിടെ വിലയില്ല. നമ്മൾ സ്നേഹിക്കുമ്പോൾ എപ്പോഴും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ആ വ്യക്തിക്ക് പൊട്ട വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിൽ സ്നേഹിക്കുന്നവരുണ്ട്, അഭിനയിച്ച് കേട്ടിട്ട്. ആ സ്നേഹത്തിന് അവിടെ വിലയില്ല. ആ സ്നേഹം ഒരു കള്ള സ്നേഹമാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രേമം. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രേമം എന്ന ഒരു വിഷയം. പ്രേമം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കാനും അല്ലെങ്കിൽ പ്രേമം ലഭിക്കാനും, പ്രേമം തിരിച്ചെനിക്ക് കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കാനും ഒരു ഭാഗ്യം വേണം, അല്ലെങ്കിൽ ഒരു ലക്ക് വേണം, അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു പവിത്രത, പ്രണയം എന്ന് പറയുന്നതിനൊരു പവിത്രതയൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു നേരത്തെ സ്നേഹത്തിൽ എന്ന് പറഞ്ഞ പോലെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞ പോലെ പ്രണയത്തിലൊരു വിശ്വാസം, ആത്മാർത്ഥമായൊരു വിശ്വാസം, ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കെയറിങ്, ഇതൊക്കെ പ്രണയത്തിൽ പണ്ട് കുറച്ച് നാൾ മുമ്പൊക്കെ കാണാൻ പറ്റിയിരുന്നു. ചിലപ്പോൾ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. റിയൽ ലൈഫിൽ സത്യം പറയാൻ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരു 100% എടുക്കുകയാണെങ്കിൽ ഒരു 70% ഫേക്ക് പ്രണയങ്ങളാണ്. വെറും ഫേക്ക് പ്രണയങ്ങൾ. സത്യമായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ സത്യമായിട്ടുള്ള അവസ്ഥയാണ്. ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ അറിയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മീഡിയ വഴിയായാലും സോഷ്യൽ മീഡിയ വഴിയായാലും കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ കാര്യം ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. കാരണം ഇത് കാണാത്തവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയും ഈ കാര്യം ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവണം. അവരും ഇങ്ങനത്തെ ഇത്ര ഒരു ചിന്താഗതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ ഫേക്കായ പ്രണയത്തിൽ നിന്നും അല്ലെങ്കിൽ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയത്തിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഈ ഞാൻ പറയുന്നതിൽ ഒരു ചെറിയ ഭാഗമാകുമെങ്കിൽ, എൻ്റെ വാക്കുകൾക്ക് അതൊരു വിലയുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, എനിക്ക് വിജയിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി അതനുസരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കേൾക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സോ പ്രണയം എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി, അതായത് നിങ്ങൾ എന്താ പറയുക, നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്തിനാ? നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ, ഒരു പരസ്പര എന്താ പറയുക ദാമ്പത്യ ജീവിതം തുടരാൻ, പരസ്പരം പ്രണയിച്ചുകൊണ്ട്, അല്ലേ? വിവാഹം കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ലൈസൻസ് കിട്ടാണ്, അല്ലേ? വിവാഹം കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ലൈസൻസ് കിട്ടാണ്, ദാമ്പത്യ ജീവിതത്തിലേക്കുള്ളൊരു ലൈസൻസ് കിട്ടാണ്. അവിടെ ആ വിവാഹം കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ ശരിക്കും യഥാർത്ഥമായി ആത്മാർത്ഥമായി പ്രണയിക്കാനുള്ള ലൈസൻസ് കിട്ടുന്നുള്ളൂ. പ്രണയിക്കാനുള്ള ലൈസൻസ് വിവാഹം കഴിയുമ്പോഴാണ്. എൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ അങ്ങനെയാണോ? കാരണം ആ പ്രണയത്തിനെ അവിടെ പ്രസക്തിയുള്ളൂ, ആ പ്രണയമാണ് അവിടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുള്ളൂ. വിവാഹശേഷം സ്നേഹിക്കുന്ന പ്രണയം, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നുള്ള മരണാവസാനം വരെയുള്ള ഒരു പ്രണയം, അതാണ് പ്രണയം. റിയൽ ലവ് ആ ഒരു ജീവിതത്തിനുള്ളിലുള്ളതാണ് റിയൽ ലവ്. അല്ലാതെ ഇവിടെ നമ്മളെ ചുറ്റുപുറത്ത് അല്ലെങ്കിൽ സിറ്റിയിലും നമ്മുടെ എന്താ പറയുക ആകാശപാതയും അല്ലെങ്കിൽ വടക്കേ സ്റ്റാൻഡും, അതുപോലെ തന്നെ ഞാൻ തൃശ്ശൂരുകാരനാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എടുത്ത് പറയുന്നത്. അത് പറയണതിൽ കാരണം അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇത് കൊള്ളണം, അത് അവർ കേൾക്കണം. കാരണം അവരൊന്നും ഉപദേശിച്ച് കഴിഞ്ഞാൽ അവരൊന്നും ഉപദേശിക്കല്ല, അവർ സ്വയം ചിന്തിച്ചെറിഞ്ഞ് മാറേണ്ടതാണ് ആ വ്യക്തികൾ. അപ്പോൾ തൃശ്ശൂർ വേറെ ഒന്നുമില്ല, നമ്മുടെ തേക്കിൻകാട് മൈതാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ തേക്കിൻകാട് മൈതാനം, വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ ആ മൈതാനത്തിൻ്റെ ഇപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഇന്ന് ശനിയാഴ്ച ജസ്റ്റ് ഒന്ന് വെറുതെ റൗണ്ട് അടിച്ച് തേക്കിൻകാട് മൈതാനത്തിൻ്റെ ആൽമരത്തിൻ്റെ ഒക്കെ ഒരു ചുവട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നും. കാരണം
ഇത്ര അധപതിച്ചു പോയവരാണോ, ഇത്ര അധപതിച്ചു പോയ കുട്ടികളാണോ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര അധപതിച്ചു പോയ സമൂഹമാണോ ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ഇത് ഇവിടെ തന്നെയല്ല പല ഏരിയകളും ഇത് ഞാൻ കാണുന്നു. എൻ്റെ സിറ്റിയുടെ ഭാഗത്തായതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കുന്നു, ഞാനത് മറ്റുള്ളവരോട് പറയുന്നു. വെറും 17, 16, 15 വയസ്സുള്ള കുട്ടികളാണ് ഈ മരത്തിന്റെ ചുറ്റും കെട്ടിപ്പിടിച്ചും ഉമ്മമ്മൂത്തിയും കളിച്ചിരിക്കുന്നത്. ഇത് പ്രണയമാണോ? നിങ്ങൾ പറയൂ, ഇത് പ്രണയമാണോ? ഇത് യഥാർത്ഥത്തിൽ പ്രണയമാണോ? ഇത് പ്രണയമല്ല. ഇതിങ്ങനെ ഒരു പ്രണയം, ഇത് ശരിക്കും പറഞ്ഞാൽ അനുവദിക്കാനേ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിങ്ക് പോലീസൊക്കെ ഉണ്ട്. ഈ പിങ്ക് പോലീസൊക്കെ അവിടെ ശരിക്കും പറഞ്ഞാൽ പട്രോളിംഗ് പോലെ വന്ന് ഇവരെയൊക്കെ അവിടെ നിന്ന് ഏൽപ്പിച്ചു വിടേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ കണ്ടില്ല എന്ന് അടിച്ചൊക്കെ എങ്ങനെ പോകാൻ സാധിക്കുന്നു? അവിടെ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ, എത്ര ഫാമിലീസ് പോകുന്നു, എത്ര കുട്ടികൾ പോകുന്നു അതിലൂടെയൊക്കെ. അവരുടെ മുമ്പിലൊക്കെയാണെങ്കിൽ ഇവരുടെ ഓരോ ചെറിയ കുട്ടികളാണ്. എൻ്റെ പൊന്നു കുട്ടികളെ, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടട്ടെ, എന്നിട്ട് നിങ്ങൾ പ്രണയിച്ചോ. നിങ്ങൾ കല്യാണം എന്ന ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പ്രണയിക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മരം ചുറ്റിയോ അല്ലെങ്കിൽ ആൽമാവി ഈ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ആലിൻ്റെ ചൂട്ടിലിരുന്നിട്ടോ, അല്ലെങ്കിൽ ഈ വഞ്ചിക്കുളം ഭാഗത്ത് അവിടെ ഒരു പുതിയ പാർക്ക് വന്നിട്ട് അവിടെയോ, അല്ലെങ്കിൽ തൃശ്ശൂർ റൗണ്ടിനുള്ളിലോ പാർക്കിൻ്റെ ഉള്ളിലോ അവിടെയൊക്കെ പോയിരുന്നിട്ട് നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഈ ധൃതി പിടിച്ച് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ഇതൊക്കെ ഒരു ഞാൻ കാണുമ്പോൾ വേറൊരാൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്കിങ്ങനെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്കിങ്ങനെ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞാനെങ്ങനെ ഇവിടെ ഇരിക്കും, എന്നോട് ചോദിക്കാൻ ആരാണുള്ളത്? ഇതൊക്കെയാണ് ഇവിടെ മനസ്സിലുള്ള ധാരണ. അല്ലെങ്കിൽ അതല്ലാതെ യഥാർത്ഥമായൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പ്രണയമോ ഇവരുടെ മനസ്സിലില്ല. എൻ്റെ പൊന്നു രക്ഷിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസിൽ കണ്ടു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ആ ന്യൂസ്. വേറൊന്നല്ല, ഒരു നോർത്ത് ഇന്ത്യയിലാണ് സംഭവിച്ച സംഭവം. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്ര ദൂരം എന്നുള്ള സ്ഥലം എന്നല്ല, 10,800 കിലോമീറ്ററിന് താഴെയാണ് എത്തി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയായി സ്റ്റാർട്ടായി. ഞാൻ കാശ്മീർ ഇങ്ങനെ പതുക്കാനെ നടന്നൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം അറിയാം അവിടെ നിന്ന് നടന്നു പോയി ഏകദേശം എത്ര കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അടുത്താണ് ആ വാർത്ത നടന്നത്, അടുത്താണ്. അത് മീൻസ് നോർത്തിലാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇത്ര ഗംഭീരമായ കാര്യങ്ങളൊന്നും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇവിടെ നടക്കണ പോലെ എൻ്റെ മനസ്സിൽ ശ്രദ്ധപ്പെട്ടിട്ടില്ല. വേറെ ഒന്നല്ല, ഒരു ഷൂട്ട് കേസിൽ ഒരു പെൺകുട്ടിയുടെ, ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ബോഡി ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ മുകളിൽ ഓടിക്കുന്ന ട്രെയിനിൽ നിന്ന് എടുത്ത് നിലത്തേക്ക് ഇട്ടു. അത് പോലീസുകാരൊക്കെ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചുരുങ്ങി കൂടി ഒരു പെൺകുട്ടി കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രണയബന്ധത്തിൽ വന്ന പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, സ്നേഹബന്ധത്തിൽ വന്ന ഇഷ്യൂസ് ആവാം. പക്ഷെ ആ കുട്ടി 18 വയസ്സുള്ള കുട്ടി എന്ത് ചെയ്തിട്ടാണ് ആ കുട്ടി ഇങ്ങനെ മൃഗീയമായ രീതിയിൽ കൊലപാതകം ചെയ്ത് ആ കുട്ടി ഉപേക്ഷിച്ചത്? ഇതൊക്കെ കാണുമ്പോൾ വിഷമുണ്ട് ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ല വിഷമുണ്ട്. അത് മനസ്സിലാക്കുന്നവനെ ഞാൻ പറയുന്നതിൻ്റെ വില അറിയുള്ളൂ. അല്ലാത്തവനെ ഇത് വെറും കളിയാക്കാനും ഇത് പറഞ്ഞതിന് ശേഷം ഇത് നെഗറ്റീവ് കമൻ്റ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറേ ആൾക്കാർ വരും. ഞാൻ പറയുന്നതിൽ സത്യമുണ്ട്, അതിൽ നല്ലൊരു കഴമ്പുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കും കൂടുതൽ ആൾക്കാർ, അല്ലേ? മാതാപിതാക്കളോട് പ്രത്യേകം പറയാനുള്ളത്, ഇപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വലിയ പെരുന്നാളൊക്കെ ആയിട്ട് സ്കൂൾ മുടക്കാണ്. ഓൾറെഡി സ്കൂൾ മുടക്കാണ്, ശനിയാഴ്ച സ്കൂളുകളില്ല. ആ സമയത്ത് ഇവരുടെ പ്ലാനിങ് നിങ്ങൾ ചിന്തിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ നിങ്ങളുടെ മക്കള് അത് +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, പ്രായപൂർത്തി ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള മാതാപിതാക്കളാണെങ്കിൽ എനിക്കൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ അതിനെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തിട്ടുണ്ടാവണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. അല്ലാതെ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് കാര്യമിട്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിച്ചോ? കാരണം അവർ എവിടേക്കാണ് പോകുന്നത്? എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത് എവിടേക്കാണ്? അവർ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണോ കറങ്ങാൻ പോകുന്നത്? അതുപോലെ തന്നെ എൻ്റെ മകൻ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നത്. ഇതൊക്കെ ചിന്തിക്കൂ. നിങ്ങൾക്കും പറയാം, നിങ്ങൾക്ക് അവരോട് പറയാം, ഇതിനുള്ള പ്രായമായിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കാനും കെട്ടിപ്പിടിച്ച് നടക്കാനും ഉമ്മമുത്തി നടക്കാനും തിയേറ്ററിൽ പോയിരിക്കാനുള്ള പ്രായമായിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ട പ്രായമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പഠിക്കേണ്ട പ്രായമാണ്, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രായമാണ് നിങ്ങളുടെ. 17, 18, 19, 20, 21 വയസ്സായാലും 22 വയസ്സായാലും കല്യാണ പ്രായം ആവുന്നതുവരെ നിങ്ങൾ പഠിക്കുന്ന ചെറിയ കുട്ടികൾ തന്നെയാണ്. ചെറിയ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് അവർ പഠിക്കുന്ന സമയത്ത് അവർ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധിക്കുക. നിങ്ങൾ അവരെ കൂടെ നിൽക്കണം. അവർ സ്റ്റാൻഡായി വരുന്നത് വരെ നിങ്ങളുടെ മക്കളെ
കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം. അങ്ങനെ വാച്ച് ചെയ്തില്ലെങ്കിൽ അവിടെ നഷ്ടങ്ങൾ വരുന്നത് നിങ്ങൾക്കായിരിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കായിരിക്കും. മനസ്സിലായ? അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ എവിടേക്കാണ് ചിന്തിക്കാൻ. എൻ്റെ ചുറ്റുപാട് കുറേ കേസുകൾ ഞാൻ കാണുന്നുണ്ട്. സ്വന്തം അച്ഛനമ്മയും ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തി, എൻ്റെ വീടിൻ്റെ ഭാഗത്തായാലും അതെ, എൻ്റെ ഇടവകയിലെ യൂണിറ്റിൽ എൻ്റെ ഭാഗത്തായാലും അവിടെ കുറേ കുട്ടികൾ ഇതുപോലെ ഇറങ്ങി പോയി പ്രണയബന്ധം ആണെന്ന് പറഞ്ഞിട്ട് വേറെ വല്ലവരും കൂടി ഇറങ്ങിപ്പോവും. അവർ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് പോവും. ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തവരുണ്ട് പെൺകുട്ടികളൊക്കെ ഇറങ്ങിപ്പോയിട്ട്. അവരുടെ കുടുംബത്തിന് എത്ര നാണക്കേടുണ്ടാവും, ആ അച്ഛനമ്മയ്ക്കൊക്കെ എത്ര വിഷമമുണ്ടാവും. ആദ്യം ഇറങ്ങിപ്പോയതിൻ്റെ കൂടെയല്ല ആ കുട്ടി പിന്നെ പോകുന്നത്, വേറെ ആളുടെ കൂടെയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയെ +2 കഴിഞ്ഞ് നിൽക്കണ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണ കുട്ടിയാണെന്നുണ്ട്. ആ കുട്ടിക്ക് വീട്ടിൽ കുറേ വേറെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് അർജൻറ്റ് അവരുടെ സ്നേഹം ഇതാവണം, അവരുടെ സ്നേഹം. അപ്പോൾ ഇതിനൊക്കെ സമയമുണ്ട്. ഞാൻ പറയാൻ ക്ഷമിക്കേ. നിങ്ങളുടെ മാതാപിതാക്കളല്ലേ, നിങ്ങൾക്ക് നല്ലതേ അവർ ചെയ്യും, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ ചെയ്യും. പൊട്ടയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തുക. ആ ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തന്നെ തോന്നും, ഹീസ് ബെറ്റർ, ഹീസ് മെച്യൂർഡ്. അപ്പോൾ അവർ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് പ്രണയിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്ത് പ്രണയിക്കാം. ആ പ്രണയം എന്ന് പറയുന്നത് ഈ മരം ചുറ്റി പ്രണയമല്ല. അതാണ് ശാശ്വതമായിട്ടുള്ള പ്രണയം, വിവാഹശേഷമുള്ള പ്രണയം, ശാശ്വതമായിട്ടുള്ള പ്രണയം. അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ. അല്ലാത്ത പ്രണയങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. എത്ര വലിയ ആത്മാർത്ഥതയുണ്ടെന്ന് പറഞ്ഞാലും അത് പ്രണയമല്ല. ദാറ്റ്സ് നോട്ട് ട്രൂ ലവ്. അപ്പോൾ ശ്രദ്ധിക്കുക, എവിടേക്ക് നിങ്ങളുടെ മക്കൾ ശ്രദ്ധിച്ചോ. ഈ വീഡിയോ കാണുന്ന ഓരോ അച്ഛനമ്മയും, ഓരോ സഹോദരന്മാരും, ഒരു മൂത്ത സഹോദരിമാരും, നിങ്ങളുടെ അനിയന്മാർ, നിങ്ങളുടെ അനിയത്തിമാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എവിടേക്കൊക്കെ പോകുന്നു, ദിവസം കൂട്ടുകാരെന്ന് പറഞ്ഞ് എവിടേക്ക് പോകുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് അവരുടെ പ്രണയ ബന്ധങ്ങളൊക്കെ അറിയാമെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക. ഒരു കുഴപ്പമില്ല, അതിനൊരു കുഴപ്പമുണ്ടാവില്ല. അതിലവർ ആത്മഹത്യ ചെയ്യാനോ ചാടി മേടിക്കാനൊന്നും പോയില്ല. അതിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിട്ടുകൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വന്നിട്ട് അതിൽ ആത്മഹത്യ ചെയ്യണം. പീഡന എന്തെങ്കിലും തൊട്ട് പ്രശ്നമായി, അത് പ്രശ്നമായി, ഇത് പ്രശ്നമായി, അതിൻ്റെ പിന്നാലെ നടക്കുക. അപ്പം നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് കേൾക്കുക, അവരെ ശ്രദ്ധിക്കുക, അവരെ ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഞാൻ പറഞ്ഞ ഒരുവിധമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 സബ്ജക്റ്റ് കഴിഞ്ഞു. ഇനി 3ാമത്തെ സബ്ജക്റ്റാണ് ഗൈസ്, കാമം. കാമം എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ചവർപ്പൊരറപ്പ്, ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു കാമം എന്ന് പറഞ്ഞ വേർഡ് അങ്ങനെ വലിയ വൃത്തികെട്ട വേർഡൊന്നുമല്ല. ലൈഫിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് എല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു വികാരമാണ് കാമം. പക്ഷെ അത് എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല കാമം. അതിന് അതിൻ്റേതായിട്ടുള്ള സമയങ്ങളും അതിൻ്റേതായിട്ടുള്ള നേരങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് അതിനൊരു വില വരുള്ളൂ, അല്ലെങ്കിൽ അതൊരു നല്ലൊരു പ്രോസസ്സായി മാറുള്ളൂ. അല്ലാതെ എന്താ പറയുക, പല റീസണും ഇതിന് പറയാം. ഇതിനെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നാട്ടിൽ വേറെ നല്ല ന്യൂസിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. അന്യൻ്റെ എന്താ പറയുക, ഗൾഫിലായിരുന്ന സുഹൃത്ത് തിരിച്ചു വരുമ്പോൾ സുഹൃത്തിൻ്റെ വൈഫ് വേറൊരാളുമായിട്ട് അവിഹിത ബന്ധം, അല്ലെങ്കിൽ നാട്ടിൽ നൈബേഴ്സായിട്ടുള്ള മറ്റുള്ളവരായിട്ടുള്ള അവിഹിത ബന്ധം, ചുരുക്കം കുടുംബത്തിലെ പലരും തമ്മിലുള്ള അവിഹിത ബന്ധം, പല അവിഹിത ബന്ധങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും കിടന്നിങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് ഇല്ലേ. ഇതൊക്കെ പറയാനും പ്രതികരിക്കാനും നിങ്ങൾക്ക് നാണക്കേടാവണില്ലേ ഇല്ലേ? അതെന്താ കാരണം എന്നറിയോ? അത് നിങ്ങളതിനെക്കുറിച്ച് പറയണം. നിങ്ങളതിനെക്കുറിച്ച് പറഞ്ഞാലാണ് ഇതിനൊക്കെ തടഞ്ഞു നിർത്തി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ വരും അവർക്ക് വരാതിരിക്കാൻ കഴിയുള്ളൂ. അത്രയും കുറെ കൂട്ടരുണ്ട് അങ്ങനത്തെ ആ ഗണങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ. അവരെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം.
നമ്മുടെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനാണ്, അല്ലെങ്കിൽ നമ്മുടെ മകനാണ്, നമ്മുടെ ഭർത്താവാണ് എന്നുള്ള കൺസെപ്റ്റും എന്നുള്ള വിലകളും എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേറൊരു പ്രണയബന്ധം അല്ലെങ്കിൽ വേറൊരു കാമബന്ധം അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് നിങ്ങൾ അതിനെ വഴിതിരിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മിസ്സാവുന്നത് നിങ്ങളുടെ സന്തോഷകരമായ ആനന്ദകരമായ ഒരു ബ്യൂട്ടിഫുൾ ലൈഫാണ്. മനസ്സിലായ? മനസ്സിലായ? ഇത് ഈ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ഇത് ഇത് ചെയ്യുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് നിർത്തിക്കോ. ഇന്ന് നിങ്ങളുടെ ആ വഴിവിട്ട ജീവിതം അല്ലെങ്കിൽ വഴിവിട്ട ചിന്താഗതി, മറ്റുള്ളവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇഴഞ്ഞു കയറി വരുന്ന നിന്നെ പോലുള്ള ചെറ്റകളോട് പറയുന്ന വാക്കാണ് ഞാൻ. അത് മനസ്സിലാക്കിക്കോ. അത് ജെൻസ് ആയാലും ശരി ലേഡീസ് ആയാലും ശരി, രണ്ടു കൂട്ടരോടും കൂടി ഞാൻ പറഞ്ഞേ. മറ്റുള്ളവരുടെ കുടുംബത്തിൽ അഴിഞ്ഞു കയറി അവരുടെ മനസ്സമാധാനം, അവരുടെ കുടുംബജീവിതം തകർക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ, അത് ആരും അറിയില്ല എന്ന് നീ വിചാരിച്ചാൽ നിനക്ക് അവിടെ തെറ്റി. അതെല്ലാവരും അറിയുന്നൊരു ദിവസം വരും. നീ കള്ളനാവും, നീ നാണം കെടും. നീ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ അത് കൊണ്ടുപോയി നോക്ക്. അപ്പോൾ പല ബന്ധങ്ങളും വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹേതരമുള്ള ബന്ധങ്ങളെ പല ബന്ധങ്ങളുണ്ട്. അപ്പം ഇത് ചിന്തിക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വരുമ്പോൾ എൻ്റെ ഭാര്യയുമായി മറ്റൊരു വ്യക്തി ഇങ്ങനെ ഒരു റിലേഷൻ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അവിടെ എൻ്റെ കുടുംബജീവിതം, എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ കണ്ടാണ്, അത് ഞാൻ പറഞ്ഞോന്നറിയില്ല. ഒരു ഹസ്ബൻഡ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ഫുൾ പ്രൂഫുണ്ട്. ആ സ്ത്രീയുടെ ന്യൂഡ് വീഡിയോസ് അടക്കമുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, ഒരു പയ്യൻ 17 വയസ്സുള്ള പയ്യനെ ഈ സ്ത്രീയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ക്യാഷ് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് പൈസ സമ്പാദിക്കാം, ന്യൂഡ് വീഡിയോ കോളിങ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ വശീകരിച്ച്, ഒരു പ്രായമായുള്ള സ്ത്രീ, ഒരു 17 വയസ്സുള്ള പയ്യൻ സ്ത്രീ വശീകരിച്ച് ഇവരെ കൊണ്ട് വീട്ടിൽ മക്കൾ, 2 ആൺമക്കളാണ് ഈ സ്ത്രീക്ക്. ആ ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാതിലടച്ച് ഇതാണ് പരിപാടി ആ സ്ത്രീ ചെയ്യുന്നത്. വഴിവിട്ട ബന്ധം. ആ സ്ത്രീയെ അവൻ പല പ്രാവശ്യം, ആ ഭർത്താവ് നല്ല മനുഷ്യനായ ഭർത്താവ് പല പ്രാവശ്യം ഇതിൽ നിന്ന് പിരിയിപ്പിക്കാൻ നോക്കി. പക്ഷെ ഇവരുടെ കൂടെയുള്ള, ഈ പയ്യന്റെ കൂടെയുള്ള കുറെ ഗുണ്ടകളും ഇവരുടെ വീട്ടുകാരും ഈ പയ്യന്റെ അമ്മയും പെങ്ങളും ഈ ഒരു ഗണത്തിൽ പെട്ടുള്ളതാണ് ആ വീഡിയോ പറയുന്ന ആ വ്യക്തി പറയുന്നത്, ആ മനുഷ്യൻ. കാരണം ഇയാൾക്ക് ആ പ്രൂഫുണ്ട്. കാരണം അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിലാണ് ഇയാൾ പറയുന്നത്, വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട രീതിയിലുള്ള ചിന്താഗതിയുള്ള ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റുണ്ട്. അപ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നിങ്ങൾ തന്നെ കളയാതിരിക്കുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ മക്കളുടെ കൂടെയുള്ള സന്തോഷകരമായ ജീവിതം, നിങ്ങളുടെ ജീവിതം അവസാനം വരെ നിങ്ങൾ കൊണ്ടുപോകുക. എത്ര നാൾ നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാം, എത്ര നാൾ നിങ്ങൾക്ക് കബളിപ്പിച്ച് ജീവിക്കാം, എത്ര നാൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയായിട്ട് ജീവിക്കാം. ആ സ്ത്രീയെ ഇപ്പോൾ അയാൾ ഉപേക്ഷിച്ചു. ആ പെണ്ണിപ്പോൾ, ആ സ്ത്രീ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇതേപോലെ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക ഭാഗത്തും ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റിൽ നടക്കുന്നുണ്ട്. നമ്മൾ മിണ്ടില്ല, നമ്മൾ പ്രതികരിക്കില്ല. കാരണം എന്താ, നമ്മളും ചിലപ്പോൾ അതിൽ പെട്ടാലോ, ഞാനും ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചിന്താഗതികളൊക്കെ വരും ചിലർക്ക്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപേക്ഷിച്ചോ. കാരണം ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് എല്ലാത്തിനും സമയം വരും. ആ സമയം വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവും. അല്ലാതെ ഇതിനു മുമ്പ് നിങ്ങൾ ഒരാളെ കബളിപ്പിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നിന്റെ ജീവിതം മാത്രമല്ല, അവരുടെ ജീവിതം കൂടിയാണ്. അതുകൂടി ചിന്തിക്കുക. അപ്പൊ ഇത്ര കാര്യങ്ങൾ എല്ലാവരുടെയും ഓർമ്മയിലേക്കൊക്കെ ഒന്ന് എത്തി. ഫോൺ മറിഞ്ഞു വീണു, സോറി, ഫോൺ വെച്ചെടുന്നേ തിരിഞ്ഞു മറിഞ്ഞു വീണു. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവരെയും മുമ്പിലൊന്ന് ഓർമ്മിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവർ, ഞാൻ പറയുന്നതിന് യോജിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കും കൂടിയും അനുഭവം ആയിട്ടുള്ള ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിത് അനുഭവമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളിത് മറ്റുള്ളവർക്ക് എത്തിക്കണം. അവരും കൂടി അറിയട്ടെ ഈ സമൂഹത്തിൻ്റെ പോക്കും ഈ സമൂഹത്തിൻ്റെ ചിന്താഗതിയൊക്കെ എങ്ങനെയാണെന്ന് അവരറിയട്ടെ. അവരറിയുന്നുണ്ടാവും, പക്ഷെ അവർ കണ്ടില്ല നടക്കും. പക്ഷെ ഒരു നിമിഷം നിങ്ങളത് ചിന്തിച്ച് നോക്കണം. കാരണം നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് സുഹൃത്തുക്കളുണ്ട്, നമുക്കല്ലാണ്ട്.
അപ്പോൾ നല്ല രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾക്ക് കൊണ്ടുപോകാം. അതിൽ എന്താ പറയുക, കളങ്കമായുള്ള രീതികൾ കൊണ്ടുവരാതിരിക്കുക, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ സ്കൂളൊക്കെ വീടാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്ന് നിങ്ങൾ പഠിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ദൗത്യം പഠിക്കുക, പ്രണയിക്കുക എന്നുള്ളതല്ല, പഠിക്കുക, അത്യാവശ്യം കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ നോർമലി ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളികൾ ക്രിക്കറ്റ്, ഫുട്ബോൾ അല്ലെങ്കിൽ ലേഡീസ് ഉപയോഗിക്കുന്ന കളി, അങ്ങനെ കളിക്കുക, അത് വീഡിയോ ഗെയിംസ് കളിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ടൈം പാസിന്. അല്ലാതെ വേറെ രീതിയിലുള്ള തെറ്റായ പ്രണയബന്ധങ്ങൾ ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് വളരെ ഇഷ്യൂ ചെയ്യും. എനിക്ക് 34 വയസ്സായി. ഇത്രയും നാളായിട്ട് ഞാൻ അങ്ങനെ പ്രണയബന്ധത്തിലൊന്നും വീണിട്ടില്ല. ഞാൻ പ്രണയിക്കാൻ പോയിട്ടില്ല എന്നല്ല, എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്നവരോട് ഞാൻ ചോദിക്കും, ഇഷ്ടം കമ്മിറ്റഡ് ആണോ, അല്ലെങ്കിൽ ഓക്കെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കും. പക്ഷെ അവർ കമ്മിറ്റഡ് ആണ്, പ്രണയബന്ധം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓക്കെ ശരി എന്നാ ബൈ എന്ന് പറഞ്ഞു പോകും. അതാണ് മാന്യത. യഥാർത്ഥ ഒരു മാന്യം ചെയ്യുന്ന കാര്യം അതാണ്. അല്ലാതെ ആ ഒരു ആളുടെ പിന്നാലെ പോയി ഇങ്ങനെ ശല്യപ്പെടുത്തി അവരെ കൊണ്ട് അവസാനം തൊയിരക്കേടാക്കി എന്തെങ്കിലും ആവട്ടെ മനസ്സോടെ. ഇതാണോ പ്രണയം? ഇതാണോ സ്നേഹം? ചിന്തിക്ക്. അപ്പോൾ എല്ലാത്തിനും സമയമുണ്ട്, എല്ലാം നന്നായി വരും. അപ്പോൾ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. പൂജിപ്പൂ നീ, പൂജിപ്പൂ ഞാൻ, പനീറും തേനും കണ്ണീരായി താഴെ, വെള്ളി നീല നാട്ടിലെ പൗർണമി തൻ വീട്ടിലെ പൊന്നുരുകും കൂട്ടിലെ രാഗദേവതേ, പുന്നാരപ്പൂമുത്തിനേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം. വാടല്ലേ പൂവേ, വീഴല്ലേ ചാരേ, സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്. നല്ലൊരു ദിവസം, നല്ലൊരു സമയം. ടേക്ക് കെയർ. ബൈ.